എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഞങ്ങൾ ഇന്നൊരു വൈകുന്നേരത്തെ കുറച്ച് വ്ളോഗാണ് കേട്ടോ ഉള്ളത്. കുറച്ചൊരു വീഡിയോസ് ഉണ്ട്, ചെറിയൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ദാസറായപ്പോൾ കിച്ചുവിന് പുറത്ത് വിട്ടിരുന്നു കേട്ടോ. രാവിലെ ഒന്നും അവൻ അങ്ങനെ വിടാറില്ല, തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂട്ടിൽ തന്നെയാണ് ആക്കാറ് കേട്ടോ. അപ്പോൾ അസറായപ്പോൾ ഒന്ന് പുറത്തേക്ക് വിട്ടതാണ്. നായ്ക്കളെ ശല്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് വിടാറില്ല വല്ലാതെ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈമാകുമ്പോൾ പിന്നെ നോക്കാൻ എല്ലാവരും ഉണ്ടാകുമല്ലോ, മറ്റേ ഞാൻ മാത്രമേ വീട്ടിലുണ്ടാകുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ വല്ലാതെ വിടാറില്ല. പിന്നെ പുറത്ത് വിട്ടതിൻ്റെ തന്നെ കുറേ പ്രകൃതികളൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവന് ചെറുപ്പത്തിൽ വാങ്ങിയതാണ്, ഞങ്ങൾ 2 മാസമായപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മാസമൊക്കെ ആയിട്ടോ. അതിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഇതാക്കി സുന്ദരനാക്കിയിരിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതായി. ഇപ്പോൾ മകന് പഠിക്കുകയാണ് കേട്ടോ. മോൻ്റെ കുളി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് അവന് പഠിക്കണം. അറബി ഉണ്ടായിരുന്നൊന്ന്, അപ്പോൾ അതിൻ്റെതൊക്കെ വായിക്കണം. ചൊറിഞ്ഞും മാന്തിയൊക്കെ കുത്തിരുന്നാണ് കേട്ടോ വായിക്കണത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വായിച്ചാലും എഴുതലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് പോയിട്ടോ. സിറ്റ് ഔട്ടിൽ പോയി. സിറ്റ് ഔട്ടിലെ കുറച്ച് കാഴ്ചകളാണിത്. ഇരുട്ടായിക്കണം കേട്ടോ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. ഞങ്ങൾ ഇങ്ങനെ രാത്രി അയക്കണ്, രാത്രിൻ്റെതാണ് ഇത്. കിച്ചുവിനെ അതാ കൂട്ടിക്കാക്കിയിട്ട് ഒരു കൊട്ട കണ്ടില്ലേ, ആ കൊട്ടയിലാണ് കേട്ടോ ഓൻ ഉറങ്ങൽ. ഇപ്പോൾ അവിടെ നിന്നാണ് ഓൻ ഉറങ്ങുക. അത് അവിടെ ഈ കാണുന്നത് ഞങ്ങൾ തറവാട് വീടും ഇത് ഞങ്ങളെ ഇളച്ചൻ്റെ വീടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നക്കാണ്ട് വീണ്ടും അകത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇതെൻ്റെ ഒരു വിക്സാണ്, ആയുർവേദ വിക്സാണ് കേട്ടോ ഇതിലത്. നല്ല വിക്സാണത്, ദോഷത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് മോന് ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ എഴുതി. അവൻ ഉറക്കാൻ രാവിലെ സ്കൂളിലല്ലേ, അപ്പോൾ ചോറൊക്കെ കൊടുക്കട്ടെ എഴുതി കാണാൻ അങ്ങനെ കിച്ചണിക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിന് പപ്പടം പൊരിക്കുകയാണ്. പപ്പടം ഇവിടെ എല്ലാവർക്കും നിർബന്ധമുള്ളൊരു കാര്യമാട്ടോ ചോറ്റയ്ക്ക് പപ്പടം. അത് എത്രയാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിനത്രയും പൊരിച്ചതാക്കണതാണ് കേട്ടോ. ഞങ്ങൾക്ക് നിർബന്ധമാണ് പപ്പടം. അതിനായിട്ടൊരു പപ്പട പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിക്കിടും. അത് പൊരിച്ച് ചോറ് വയ്ക്കണ ടൈമിലാണ് പൊരിക്കട്ടോ. അല്ലാതെ പൊരിച്ച് ഓവറാക്കി പൊരിച്ചിട്ട് വെച്ചാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പപ്പടത്തിന് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കറിയാണ്, ഉച്ചക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഉച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ചോറിന്. എന്നാലും ഞാനങ്ങനെ കുട്ടികൾ വരുമ്പോഴത്തേന് എഴുതിക്കാണ്ട് അങ്ങനെ ഒരുമിച്ചാണ് ഉണ്ടാക്കില്ല. രാത്രിക്കും ചിക്കനും ഒക്കെ പാടെ ഒരുമിച്ച്. നെയ്ച്ചോറാണ്, നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ചോറ് ചിക്കൻ പൊരി ഉണ്ട് കേട്ടോ, കുറച്ച് ചിക്കൻ പൊരി, അതായത് അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പാർട്സ് കറിയിലിട്ടാലും മക്കൾക്ക് ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ പൊരിക്കും കേട്ടോ. സുർക്കുള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി അവന് ചോറ് കൊടുക്കട്ടെ കരുതിക്കാണ്ട് നേരത്തെ കടക്കുഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞാൽ അത്ര അതിലൊന്നുമില്ല. അവൻ്റെ വായിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ മോന് മദ്രസക്ക് പോയിക്കണ്. ഓന് മദ്രസ വിട്ട് വന്നും ചെയ്താലും ഓൻ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളങ്ങനെ കടക്കും കേട്ടോ. അപ്പോൾ അത് ഓനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വായ തുറക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് വലിയ വായാക്കി കണ്ടാൽ തുറന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ചോറ് കാര്യമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഓനെ ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.